നമ്മളോട് രണ്ട് വാക്ക് സംസാരിക്കുവാനായി പ്രിയങ്കരിയായിട്ടുള്ള ശ്രീമതി ശോഭന മാമിനെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. കാട്ടാക്കടയിൽ വന്ന് ചെയ്തിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്നിവിടെ വന്ന് നിങ്ങളൊക്കെ കാണാനും ഇങ്ങനെ സംസാരിക്കാനും ഒരു അവസരം തന്നതിന് ഇതിൻ്റെ ഭാരവാഹികളുടെ എൻ്റെ നന്ദി പറയുന്നു. ചെന്നൈയിലെ പോലെ തന്നെ ഇവിടെയും നല്ല ചൂടാണ് അല്ലേ? സോ ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കുകയാണ്. അത് കാണുമ്പോൾ എനിക്ക് ഐ എം താങ്ക്ഫുൾ ആൻഡ് ഐ എം ഷുവർ ദാറ്റ് your time and your effort will not be in vain. ഞാൻ ഇന്നലെയാണ് ട്രിവാൻഡ്രം എത്തിയത്. ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു ശ്രീ രാജീവ് ചന്ദ്രശേഖറിനൊപ്പം. അതേപോലെ ഇന്നത്തെ ഈ വേദിയിൽ എന്നെ ക്ഷണിച്ചതിന് എൻ്റെ ചില അഭിപ്രായങ്ങൾ നിങ്ങളോട് പറയാനാണ്. പക്ഷേ പല കാര്യങ്ങളും നിങ്ങൾക്കാണ് കൂടുതലായും അറിയുന്നത്. അതുകൊണ്ട് തീരുമാനം എടുക്കുന്നത് നിങ്ങൾ തന്നെയാണ്. ഒരു കേരളീയൻ എന്ന നിലയ്ക്ക് എല്ലാ അർത്ഥത്തിലും ഉള്ള നേട്ടങ്ങളും ബെനിഫിറ്റ്സും എൻ്റെ നാടിന് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത്രയേ ഉള്ളൂ. കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മെജോറിറ്റി ആൾക്കാരും ഇൻ്റലിജൻ്റ് ആണ്, എഡ്യൂക്കേറ്റഡ് ആണ്, ബുദ്ധിജീവികളാണ്. അതായത് ഒരു പരിധിവരെ എല്ലാവർക്കും അവരവരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. എക്സാമ്പിളായിട്ട് വർഷങ്ങളായി ആൾക്കാർ വിദേശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്ന്. എന്തുകൊണ്ട്? ഇത്രയും ആൾക്കാർ, അതും പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നും ഒരു എക്സോഡസ് പോലെ, ഒരു ബ്രെയിൻ ഡ്രെയിൻ, ഒരു ലേബർ ഡ്രെയിൻ. അവർ ജോലി ചെയ്യുന്നു, പൈസ ഉണ്ടാക്കി തിരിച്ച് നാട്ടിലേക്ക് അയക്കുന്നു. ഇറ്റ്സ് ഓൾ ഫൈൻ. ഇത് ഒരു തരത്തിൽ പ്രോബ്ലം സോൾവിങ് തന്നെയാണ്. ഗവൺമെന്റിന് വലിയതായി നമ്മൾ ശല്യപ്പെടുത്തുന്നില്ല. മോദിജിയുടെ ലീഡർഷിപ്പ് ഇംപോസിബിൾ ആയ പലതും പോസിബിൾ ആയിട്ടുണ്ട് ഇവിടെ. അതിൻ്റെ തെളിവാണ് രണ്ടാം ഇന്നിങ്സിലും അദ്ദേഹം ക്യാപ്റ്റനായി കണ്ടിന്യൂ ചെയ്യുന്നത്. ഇപ്പോൾ ഇത് മൂന്നാം ഇന്നിങ്സും അതിൻ്റെ സമയമായി. അദ്ദേഹം ഉറപ്പ് തന്നിരിക്കുന്ന ചില പോയിന്റ്സ്, 5 വർഷം കൊണ്ട് 5 ലക്ഷം യങ്സ്റ്റേഴ്സിന് സ്കിൽ ഡെവലപ്മെന്റ്, അതായത് 12th പാസ്സായവർക്ക് പോലും ജോലി കിട്ടും എന്നുള്ള ഗ്യാരണ്ടി. ട്രിവാൻഡ്രത്ത് ഫിഷർമെൻ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയുള്ള പ്രോജക്റ്റ്, കടൽക്ഷോഭം കാരണം പലർക്കും ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. അതുകൊണ്ട് കടൽ ഭിത്തി നിർമ്മിക്കാനുള്ള പ്രോജക്റ്റാണ്. ടൂറിസം ഡെവലപ്മെന്റ്, അദ്ദേഹം പറഞ്ഞ പോലെ റീട്രേറ്റിംഗ് സം ഓഫ് ഹിസ് പോയിന്റ്സ്. ഹെൽത്ത് ടൂറിസമിന് പറ്റിയ സ്ഥലമാണ് ട്രിവാൻഡ്രം. ഏറ്റവും ലോ കോസ്റ്റിൽ നല്ല ഒരു ട്രീറ്റ്മെന്റ് കിട്ടാൻ പറ്റും എന്ന് അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഇവിടെയാണ് ചെയ്യാൻ പോകുന്നത്. നെയ്യാറ്റിങ്കര ബേസ് ചെയ്ത് ഒരു IT പാർക്ക്, എല്ലാവർക്കും വീട്, എല്ലാവർക്കും കുടിവെള്ളം, ജൽ ജീവൻ മിഷൻ, സെൻട്രൽ ഗവൺമെന്റിന്റെ ഫണ്ട് ഉപയോഗിച്ച് എല്ലാ വീട്ടിലും കുടിവെള്ളം എത്തിക്കാനുള്ള പ്രോജക്റ്റാണ്. ഇപ്പോഴും പലരും കുടിവെള്ളത്തിനായി കഷ്ടപ്പെടുന്നുണ്ട്. സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ്, സ്ത്രീകൾക്ക് സ്വന്തമായി ബാങ്ക് അക്കൗണ്ട് തുടങ്ങി സെൻട്രൽ ഗവൺമെന്റിൽ നിന്നുള്ള ഫണ്ട് നേരിട്ട് സ്ത്രീകൾക്ക് തന്നെ എത്തിക്കുകയാണ്. മോദിജിയുടെ ഈ വിഷൻ ഒരു റിയാലിറ്റി ആക്കാൻ ഹൈലി കേപ്പബിൾ ആയ കാൻഡിഡേറ്റ്സ് ആണ് കേരളത്തിൽ നിന്ന് മത്സരിക്കുന്നത്. ശ്രീ രാജീവ് ചന്ദ്രശേഖർ, മുരളീധരൻ ജി, ശ്രീ സുരേഷ് ഗോപി ജി, ശ്രീ സുരേന്ദ്രൻ ജി. So just like you, I'm hopeful we get what we deserve. We need the best in terms of governance. Jai Hind.
സഹോദരി സഹോദരന്മാർക്കും സുഹൃത്തുക്കൾക്കും മാധ്യമപ്രവർത്തക സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ കുന്നംകുളത്തെ പരിപാടിക്ക് ശേഷം അദ്ദേഹം ഇതാ കാട്ടാക്കടയിലേക്ക് ഏതാനും മിനിറ്റുകൾക്കകം പറന്നിറങ്ങും. നമ്മളെല്ലാവരും അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാനായി കാതോർത്തിരിക്കുന്നവരാണ്. കേരളത്തിൽ ഇതാദ്യമായി ഒരു തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി എന്നുള്ള മുദ്രാവാക്യം സന്ദേശം എല്ലാവരും ചർച്ച ചെയ്യുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പാണിത്. ഇത്രയും കാലം LDFും UDFും മുന്നോട്ട് വയ്ക്കുന്ന അജണ്ടകൾ ചർച്ച ചെയ്ത തെരഞ്ഞെടുപ്പാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFിന്റെ ഉറപ്പ് എന്നുള്ളതായിരുന്നു വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയം. അങ്ങനെ ഓരോ തെരഞ്ഞെടുപ്പിലും UDFിൻ്റെതായാലും LDFിൻ്റെതായാലും അവർ മുന്നോട്ട് വയ്ക്കുന്ന ടാഗ് ലൈനാണ് അല്ലെങ്കിൽ ആശയമാണ് പൊതുവെ ജനങ്ങൾ ചർച്ച ചെയ്തിരുന്നത്. പക്ഷെ ഇന്ന് എതിരാളികൾ പോലും സമ്മതിക്കുന്ന ഒരു കാര്യം, ഇതാദ്യമായി നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി എന്നുള്ള ഒരാശയമാണ് കേരളത്തിലെ ജനങ്ങൾ എല്ലാവരും ചർച്ച ചെയ്യുന്നത്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. ഇവിടെ മാനിഫെസ്റ്റോയെ കുറിച്ച് പറഞ്ഞു, സങ്കല്പ പത്രത്തെക്കുറിച്ച് പറഞ്ഞു, പ്രതിജ്ഞാപത്രം. ഞാൻ കേരളത്തിന്റെ ആംഗിളിൽ നിന്നാണ് അതിനെ കാണാൻ ശ്രമിക്കുന്നത്. ഇന്നലെ പുറത്തിറങ്ങിയ, വിഷു ദിവസം പുറത്തിറങ്ങിയ BJPയുടെ പ്രതിജ്ഞാപത്രത്തിൽ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ദീർഘകാലമായി പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന നിരവധി വിഷയങ്ങളുണ്ട്. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം, ആറ്റിങ്ങലിനെ സംബന്ധിച്ചിടത്തോളം, ഇവിടുത്തെ വോട്ടർമാർക്ക്, കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ വോട്ടർമാർക്കുള്ള ഒരു പ്രധാനപ്പെട്ട കൺസേൺ തീരദേശ മേഖലയിലെ പ്രശ്നങ്ങളാണ്. തീരദേശ മേഖലയിലെ മനുഷ്യർ, പാവപ്പെട്ട ജനങ്ങൾ അവിടെ പോയി നോക്കുമ്പോഴാണ് ആളുകൾക്ക് അറിയുന്നത് എത്രമാത്രം ദുരിതക്കയത്തിലാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ദില്ലിയിൽ പുറത്തിറക്കിയ പ്രതിജ്ഞാപത്രത്തിൽ, മാനിഫെസ്റ്റോയിൽ പരമപ്രാധാന്യം നൽകിയിരിക്കുകയാണ് തീരദേശ മേഖലയിലെ ലക്ഷക്കണക്കിന് വരുന്ന കുടുംബങ്ങളെ സഹായിക്കാനുള്ള നിരവധി പദ്ധതികളാണ് പ്രിയപ്പെട്ടവരെ ആ പ്രതിജ്ഞാപത്രത്തിലുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വനപ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട് കഴിയുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുടെ പ്രശ്നങ്ങളാണ്. കേരളത്തിലെ വനപ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട് കഴിയുന്ന ലക്ഷക്കണക്കിന് മനുഷ്യർ പല പാർലമെന്റ് മണ്ഡലങ്ങളിലും, പ്രത്യേകിച്ച് പത്തനംതിട്ട, ഇടുക്കി, വയനാട്, കോഴിക്കോട്, പാലക്കാട് തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലെല്ലാം ലക്ഷക്കണക്കിന് കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളുണ്ട്. വന്യജീവികളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രശ്നങ്ങൾ, മനുഷ്യരും വന്യജീവികളും തമ്മിലുള്ള തർക്കം പ്രശ്നം, മനുഷ്യരുടെ കൃഷിഭൂമികളിൽ വന്യജീവികൾ കടന്നു കയറിയ കൃഷി നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നം. പ്രിയപ്പെട്ടവരെ, UDFും LDFും കോൺഗ്രസ് പാർട്ടിയുടെ അഖിലേന്ത്യാ നേതാവ്, IND സഖ്യത്തിന്റെ അഖിലേന്ത്യാ നേതാവാണ് കേരളത്തിൽ മത്സരിക്കുന്നത്, രാഹുൽ ഗാന്ധി വയനാട്ടിൽ. പക്ഷെ കോൺഗ്രസ് പാർട്ടിയുടെ മാനിഫെസ്റ്റോയിൽ വയനാട്ടിലെ മഹാഭൂരിപക്ഷം വോട്ടർമാരെയും സ്വാധീനിക്കുന്ന വന്യജീവികളുമായി ബന്ധപ്പെട്ട പ്രശ്നത്തെക്കുറിച്ച് ഒരു വാക്കുപോലുമില്ല. LDFിന്റെ പ്രകടന പത്രികയിലുമില്ല. CPMന്റെ പ്രകടന പത്രിക എന്ന് പറഞ്ഞാൽ PML ആക്ട് റദ്ദാക്കും, വലിയ വലിയ കാര്യങ്ങളാണ്. കള്ളപ്പണ നിരോധന നിയമം റദ്ദാക്കും, EDയെ മൂക്കുകയറിടും, ഇതൊക്കെയാണ് അവരുടെ പ്രകടന പത്രികയിലും ഇതില്ല. പക്ഷെ പ്രിയപ്പെട്ടവരെ, നരേന്ദ്രമോദിജിയുടെ പ്രകടന പത്രികയിൽ, NDAയുടെ പ്രകടന പത്രികയിൽ, ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രകടന പത്രികയിൽ ലക്ഷക്കണക്കിന് വരുന്ന കൃഷിക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്. അതാണ് മോദിയുടെ ഗ്യാരണ്ടി. മോദിയുടെ ഗ്യാരണ്ടി സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നു. സ്ത്രീ ശാക്തീകരണത്തിന്, നാരീ ശക്തിയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. എനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും, NDAയുടെ ചെയർമാൻ എന്നുള്ള നിലയിൽ, ഭാരതീയ ജനതാ പാർട്ടിയുടെ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ 20ൽ 5 സീറ്റ്, ഇത് കേരളത്തിൽ 20ൽ 5 സീറ്റും സ്ത്രീകൾക്ക് കൊടുത്തിരിക്കുന്ന പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ്, ദേശീയ ജനാധിപത്യ സഖ്യമാണ്. 2024 തന്നെ വനിതാ സംവരണം നടപ്പാക്കണമെന്ന് പറഞ്ഞ ആളാണ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയും മുന്നണിയും പ്രിയപ്പെട്ടവർ 1 സീറ്റ് മാത്രമാണ് സ്ത്രീകൾക്ക് കൊടുത്തിരിക്കുന്നത്. അതും ജയിക്കുമെന്ന് ഒരു ഉറപ്പുമില്ലാത്ത 1 സീറ്റ്. ഭാരതീയ ജനതാ പാർട്ടി, ദേശീയ ജനാധിപത്യ സഖ്യം
പ്രധാനപ്പെട്ട സീറ്റുകൾ 5 വനിതകൾക്ക് നൽകിയിരിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങളുടെ ശരിയായ വികാരം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്ന പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി, മുന്നണിയാണ് ദേശീയ ജനാധിപത്യ സഖ്യം. അഴിമതിക്കെതിരായ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരേ ഒരു പാർട്ടിയും മുന്നണിയും ദേശീയ ജനാധിപത്യ സഖ്യമാണ്. 2014 ചെങ്കോട്ടയിൽ പതാക ഉയർത്തിക്കൊണ്ട് ആഗസ്റ്റ് 15 പ്രധാനമന്ത്രി പറഞ്ഞു, എന്റെ സർക്കാർ തിന്നുകയുമില്ല തീറ്റിക്കുകയുമില്ല. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 10 വർഷവും അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കരുവന്നൂരിലായാലും കണ്ടലയിലായാലും അത് മാവേലിക്കരയിലായാലും പുൽപ്പള്ളിയിലായാലും സാധാരണക്കാരുടെ കാശെടുത്ത് കൊള്ളയടിച്ചവരാരായാലും അവർ എത്ര ഉന്നതന്മാരായാലും അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും. അതാണ് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി. എല്ലാ അഴിമതിക്കാരും അകത്താകും. ഇവിടെ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോ എന്തായിരുന്നു ബഹളം? കെജ്രിവാൾ അന്നേ വരെ ഇല്ലാത്ത ദൈവപുത്രനെ പോലെയാണ് ചില ആളുകൾ ഇവിടെ വിശേഷിപ്പിച്ചത്. കെജ്രിവാൾ എന്തോ ഹരിശ്ചന്ദ്രനാണ്, മഹാനായിട്ടുള്ള ആളാണ്, പൊളിറ്റിക്കൽ വെണ്ടട്ടയാണ്, രാഷ്ട്രീയ ഗൂഢാലോചനയാണ്, എന്തെല്ലാം പറഞ്ഞു. ഇവിടെ കോൺഗ്രസ് പാർട്ടിയും CPM-ഉം ചേർന്ന് കേജ്രിവാളിന്റെ അറസ്റ്റിനെതിരായി വലിയ റാലി നടത്തി ദില്ലിയിൽ. ബഹുമാനപ്പെട്ട ഹൈക്കോടതി എന്തു പറഞ്ഞു? ട്രയൽ കോടതി എന്തു പറഞ്ഞു? CBI കോടതി എന്തു പറഞ്ഞു? പ്രിയപ്പെട്ടവർ, അഴിമതിക്കാരാരായാലും എത്ര ഉന്നതനായാലും അവർ മോദി സർക്കാരിന്റെ കാലത്ത്, നരേന്ദ്രമോദി യുഗത്തിൽ അവർക്ക് ജയിലറകളാണ് സ്ഥാനം, അവർക്ക് പൊതുജീവിതത്തിൽ സ്ഥാനമില്ല. ഇവിടെയും ഉണ്ടല്ലോ കേസുകൾ നടക്കുന്നത്. പിണറായി വിജയനെ ഇപ്പൊ പിടിക്കണം, നാളെ പിടിക്കണം, വൈകുന്നേരം പിടിക്കണം എന്ന് പറയുന്ന ആളാണ് VD സതീശൻ. കോൺഗ്രസ് പാർട്ടി ഉടനെ അറസ്റ്റ് ചെയ്യൂ, ഉടനെ പിടിക്കൂ. എന്താ കേസെടുക്കാത്തത്? ആ പാർട്ടിയുടെ ദില്ലിയിൽ അധ്യക്ഷനും ഇത് തന്നെയാണ് പറഞ്ഞത്. കേജ്രിവാൾ മോദിയുടെ സുഹൃത്താണ്, കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യില്ല. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ എല്ലാവരും കള്ളന്മാര് വട്ടത്ത് കൂടി അവിടെ റാലി നടത്തിയിരിക്കുകയാണ്. എനിക്ക് VD സതീശനോടും കോൺഗ്രസ് പാർട്ടിയോടും ചോദിക്കാനുള്ളത്, ഇതേ നിലപാട് തന്നെയാണോ നിങ്ങൾക്ക് പിണറായി വിജയന്റെയും മകളുടെയും കാര്യത്തിലുള്ളത്? അന്വേഷണം ശക്തമാവുമ്പോൾ നിങ്ങൾ വട്ടത്തിൽ കൂടി ഇവിടെയും റാലി നടത്തുമോ എന്നുള്ള രാഷ്ട്രീയ ചോദ്യമാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. NDAക്കും മോദിക്കും എല്ലാ അഴിമതിക്കാരും ഒരുപോലെയാണ്. അഴിമതിക്കാരെ തുറങ്കിലടയ്ക്കുക എന്നുള്ള നയമാണ്. കാരണം അഴിമതി അവസാനിക്കുമ്പോഴാണ് നാട്ടിൽ വികസനം ഉണ്ടാവുന്നത്. ഇവർ കൊള്ളയടിക്കുന്നതൊന്നും അവരുടെ പണമല്ലല്ലോ, നാട്ടുകാരുടെ പണമാണല്ലോ. നാട്ടുകാരുടെ പണം കൊള്ളയടിച്ചവരെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ രാജ്യത്ത് വികസനം ഉണ്ടാവില്ല. കഴിഞ്ഞ 10 വർഷം ഈ രാജ്യത്ത് വികസനം ഉണ്ടായത് മോദി അഴിമതിക്കെതിരായ കർശനമായ നിലപാട് സ്വീകരിച്ചതുകൊണ്ടാണ്. ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ ചർച്ചയില്ല, ഒരു മുന്നണിയും ചർച്ച ചെയ്യുന്നില്ല. പ്രിയപ്പെട്ടവര്, ഇന്ന് ആരോഗ്യ വകുപ്പിൽ ഞാൻ ഇന്നൊരു വാർത്ത കേട്ടു. ക്ഷയരോഗികൾക്ക് കൊടുക്കാനുള്ള മരുന്ന് കേരളത്തിലെ ഒരു ആശുപത്രിയിലും ഇല്ല. ക്ഷയരോഗികളുടെ മരുന്ന് നിരന്തരം 6 മാസം തുടർച്ചയായി കൊടുക്കേണ്ടതാണ്. 6 മാസം തുടർച്ചയായി ആ മരുന്ന് കഴിച്ചില്ലെങ്കിൽ രോഗം 10 മടങ്ങ് വർദ്ധിക്കും, രോഗികൾ മരിക്കും. പക്ഷെ കഴിഞ്ഞ 10 ദിവസമായി കേരളത്തിലെ ഒരു ആശുപത്രിയിലും ക്ഷയരോഗികൾ നിരന്തരമായി ഉപയോഗിക്കുന്ന മരുന്നില്ല. അതിനെക്കുറിച്ച് പിണറായി വിജയനും മിണ്ടാട്ടമില്ല, ആരോഗ്യമന്ത്രിക്ക് മിണ്ടാട്ടമില്ല, VD സതീശനും കോൺഗ്രസും അത് പറയുന്നില്ല. ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നില്ല. വിഷുവിന് മുമ്പ് പെൻഷൻ കിട്ടിയില്ല, ഈസ്റ്ററിന് മുമ്പും പെരുന്നാളിന് മുമ്പും പെൻഷൻ കിട്ടിയില്ല സ്ത്രീകൾക്ക്, പാവപ്പെട്ടവർക്ക്. അതിനെപ്പറ്റി ചർച്ചയില്ല. സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് ചർച്ചയില്ല. സുപ്രീം കോടതിയിൽ നിന്ന് മുഖത്തടിയേറ്റു. ബാലഗോപാൽ കേരളത്തെ ഞെരുക്കുകയാണ് എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട നീതിപീഠത്തെ സമീപിച്ചപ്പോൾ ഒരു കണക്കും ഹാജരാക്കാൻ കഴിഞ്ഞില്ല. അതിനെപ്പറ്റി ചർച്ചയില്ല. ജീവൽ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാതെ വർഗീയത ഉയർത്തിക്കൊണ്ടാണ് LDF-ഉം UDF-ഉം തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. മുഖ്യമന്ത്രി എല്ലാ ദിവസവും CAA ആണ് ചർച്ചാ വിഷയം. ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ചർച്ച പിണറായി വിജയന് CAA ആണ്. പൗരത്വ നിയമം ഏത് മലയാളിയെയാണ്, ഏത് കേരളീയനെയാണ്, ഏത് ഇന്ത്യക്കാരനെയാണ് CAA ബാധിക്കുന്നത്? ഒരു ഇന്ത്യൻ പൗരനെയും ബാധിക്കാത്ത കാര്യമാണ്. ഒരു ഇന്ത്യൻ പൗരനും 1% പോലും ബാധിക്കാത്ത ഒരു വിഷയം എന്തിനാണ് കേരളത്തിൽ ചർച്ച ചെയ്യുന്നത്? ഏത് പൗരത്വമാണ് നിഷേധിക്കപ്പെടുന്നത്? കഴിഞ്ഞ 6 വർഷത്തിനിടയിൽ 55,000 ആളുകൾ ഇന്ത്യൻ പൗരന്മാരായി. എല്ലാ വിദേശ രാജ്യങ്ങളിലുള്ളവർക്കും
ഇന്ത്യൻ പൗരത്വം എടുക്കാം. മുസ്ലിമോ ക്രിസ്ത്യാനിയോ പാഴ്സിയോ സിഖോ അങ്ങനെയുള്ള മതമില്ല. ആ പൗരത്വ നിയമം ഇവിടെ ഉണ്ട്. പൗരത്വ നിയമ ഭേദഗതി 3 രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളെ കുറിച്ച് മാത്രമാണ്. പെർസിക്യൂഷന് വിധേയമായിട്ടുള്ള ന്യൂനപക്ഷങ്ങളെ കുറിച്ച് മാത്രമാണ്. ആരുടെയും പൗരത്വം നിഷേധിക്കാനല്ല, പുതുതായി പൗരത്വം കൊടുക്കാനാണ് CAA. പക്ഷെ മുഖ്യമന്ത്രിയുടെ പ്രധാനപ്പെട്ട പ്രചരണായുധം പൗരത്വ നിയമമാണ്. നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ കുറച്ച് ദിവസമായി LDFും UDFും ഒരു സിനിമയെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. നമ്മുടെ സെൻസർ ബോർഡ് എല്ലാ പരിശോധനയും കഴിഞ്ഞതിന് ശേഷം സർട്ടിഫിക്കറ്റ് നൽകി, പ്രദർശനാനുമതി നൽകി, കോടാനുകോടി ജനങ്ങൾ കണ്ട ഒരു സിനിമ ഒരു പ്രാവശ്യം ദൂരദർശനിൽ സംപ്രേഷണം ചെയ്തു. അതാണ് ഇവർക്ക് ഏറ്റവും വലിയ പ്രശ്നം. കേരളത്തിലെ ജനങ്ങളുടെ ഏറ്റവും വലിയ ജീവൽ പ്രശ്നം ഇതാണോ? നിങ്ങൾ അതിനെ എതിർക്കുന്നു. പക്ഷെ എതിർത്തത് കൊണ്ട് എന്തുണ്ടായി? എല്ലാ ക്രൈസ്തവ സഭകളും അവരുടെ ഇടവകകളിൽ, അവരുടെ പള്ളികളിൽ അത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സിനിമ ദൂരദർശനിൽ കാണുന്ന ആളുകൾ വളരെ കുറച്ചാണ്. പക്ഷേ നിങ്ങളെ എതിർപ്പ് കാരണം കേരളത്തിന്റെ സാമൂഹ്യ മനസ്സ് എന്താണെന്നുള്ളതിന്റെ സൂചനയാണ് ഞാൻ പറയുന്നത്. നോക്കൂ, ഇത്തരത്തിലുള്ള ഇക്കിളിപ്പെടുത്തുന്ന പ്രശ്നങ്ങളാണ്, ജനങ്ങളെ ധ്രുവീകരിക്കാൻ ആവശ്യമായ പ്രശ്നങ്ങളാണ് നിങ്ങൾ ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ ഇതുപോലത്തെ ഏതെങ്കിലും ജീവൽ പ്രശ്നം ചർച്ച ചെയ്തിട്ടുണ്ടോ? ആരാണ് നിങ്ങളുടെ സഖ്യകക്ഷികൾ? ഞങ്ങളുടെ സഖ്യകക്ഷികൾ BDJS, JRP. ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ദേശീയ തലത്തിലായാലും സംസ്ഥാന തലത്തിലായാലും കാമരാജ് കോൺഗ്രസ് അങ്ങനെയുള്ള രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് ചേർന്നാണ്. LDFന്റെ സഖ്യകക്ഷി ആരാണ്? ഇന്നലെ ഒരു പുതിയ സഖ്യകക്ഷി വന്നിരിക്കുന്നു. എന്താണ് കേരളം അത് ചർച്ച ചെയ്യാത്തത്? പിണറായി വിജയന്റെ പുതിയ സഖ്യകക്ഷി അബ്ദുൽ നാസർ മദനിയുടെ PDP ആണ്. എന്താണ് അവിടെ ഒരു മതേതരത്വവും അതിൽ ആർക്കും ചോദ്യം ചെയ്യാനില്ലേ? എല്ലാ വർഗീയതയും ഒരുപോലെയാണ് എന്ന് അവകാശപ്പെടുന്ന ഇടതുപക്ഷം ഇത് തത്വാധിഷ്ഠിത നിലപാടാണോ? അബ്ദുൽ നാസർ മദനിയുടെ പാർട്ടിയെ LDFൽ ഉൾപ്പെടുത്തിയത് ഏതിന്റെ അടിസ്ഥാനത്തിലാണ്? ഈ നാട്ടിലെ ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം പറയണം. മഹാനായ നേതാവ്, വയനാട്ടിലെ നമ്മുടെ എതിരാളി രാഹുൽ ഗാന്ധി, ആരാണ് അയാളുടെ സഖ്യകക്ഷി? നിരോധിത ഭീകരവാദ സംഘടനയായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ട്. PFIയുടെ രാഷ്ട്രീയ മുഖമായിട്ടുള്ള SDPIയുമായി ചേർന്ന് മത്സരിക്കാൻ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്നു എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസ് പാർട്ടിക്ക് എങ്ങനെയാണ് സാധിക്കുന്നത്? പിണറായി വിജയന് PDP, രാഹുൽ ഗാന്ധിക്ക് PFI. എന്ത് നിലപാടാണ് UDFും LDFും എടുക്കുന്നത്? രാജ്യത്തെ ഛിന്ന ഭിന്നമാക്കാൻ ശ്രമിക്കുന്ന ശക്തികൾ, തുക്കടെ ഗ്യാങ്ങുകൾ, ഇന്ത്യയെ വെട്ടിമുറിക്കുമെന്ന് പറയുന്നവർ, ആസാദി മോംഗ ടീമുകൾ ആരുടെ കൂടെയാണ്? അർബൻ നക്സലുകൾ, മത തീവ്രവാദികൾ. തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടാൻ വേണ്ടി ഈ നാടിനെ തന്നെ ഒറ്റുകൊടുക്കുകയാണ് ഇടതുപക്ഷവും വലതുപക്ഷവും. ഭാരതീയ ജനതാ പാർട്ടി ശരിയായ നിലപാടുകൾ മുന്നോട്ട് വെച്ച് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു. ഞങ്ങളുടെ ഗ്യാരണ്ടി പിണറായി വിജയന്റെ ഉറപ്പ് പോലെയല്ല, കോൺഗ്രസിന്റെ ഉറപ്പ് പോലെയല്ല. നരേന്ദ്ര ദാമോദർ ദാസ് മോദി പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യുന്ന നേതാവാണ്, മുന്നണിയാണ്. ഇത്രയും കാലം എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ചെയ്യും. ഇവിടെ 70 വയസ്സ് കഴിഞ്ഞവർക്ക് സൗജന്യമായി സമ്പൂർണമായിട്ട് ഒരു കാറ്റഗറിയുമില്ല. ദാരിദ്ര്യരേഖ താഴെയാണോ, BPL ആണോ, APL ആണോ, ഒന്നുമില്ല, ഒരു കാറ്റഗറിയുമില്ല. 70 വയസ്സ് കഴിഞ്ഞ ആർക്കും സൗജന്യ ചികിത്സ ജനം വിശ്വസിക്കുന്നു. എന്താ കാരണം? ആയുഷ്മാൻ ഭാരത് നടപ്പാക്കി കാണിച്ചു തന്നിട്ടുണ്ട് നരേന്ദ്രമോദി. ഒബാമയുടെ ഇൻഷുറൻസിനേക്കാൾ ലോകം ചർച്ച ചെയ്താണ് ഒബാമയുടെ ഇൻഷുറൻസ്. അതിനെ കടത്തിവെട്ടുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യക്ഷേമ പദ്ധതിയായിട്ടുള്ള ആയുഷ്മാൻ ഭാരത് ഈ രാജ്യത്ത്, കേരളത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ അതിന്റെ പ്രയോജനം ഇന്ന് അനുഭവിക്കുന്നു. അതുകൊണ്ട് ജനങ്ങൾക്കറിയാം മോദിയുടെ ഗ്യാരണ്ടി പാഴ്വാക്കല്ല, പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യും. എന്തൊരു ആശ്വാസമായിരിക്കും. കോടിക്കണക്കിന് രൂപയാണ് നമ്മളെപ്പോലുള്ള ഒരു കൊച്ചു സംസ്ഥാനത്ത് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് പാവപ്പെട്ടവർ ചെലവഴിക്കുന്നത്. ആ 2 കാര്യങ്ങൾ മോദിയുടെ ഗ്യാരണ്ടി പറയുന്നു. എന്താണ് പറയുന്നത്? ഒന്ന് നമ്മുടെ ജനൌഷധി കേന്ദ്രങ്ങളുടെ എണ്ണം ഇരട്ടിയായി വർദ്ധിപ്പിക്കും. ഇപ്പോൾ തന്നെ കേരളത്തിൽ ആയിരക്കണക്കിന് ജനൌഷധി കേന്ദ്രങ്ങളുണ്ട്, അത് ഇരട്ടിയായി വർദ്ധിപ്പിക്കും. 270 കഴിഞ്ഞ എല്ലാവർക്കും ചികിത്സാ സൗജന്യം നരേന്ദ്രമോദി കൊടുക്കും, ഫ്രീ. 5 ലക്ഷം രൂപ വരെയുള്ള ചികിത്സ മോദിയുടെ ഗ്യാരണ്ടിയാണ്.
മോദിയുടെ ഗ്യാരണ്ടി മുദ്രാ വായ്പയെ കുറിച്ചാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുദ്രാ വായ്പ എടുത്തിരിക്കുന്ന ജില്ല മലപ്പുറം ജില്ലയാണ്. മോദിയുടെ ഗ്യാരണ്ടിക്ക് ജാതിയോ മതമോ ഇല്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇന്ത്യ നമ്പർ 1 മലപ്പുറം ജില്ലയാണ് മുദ്രാ വായ്പ. 10 ലക്ഷം രൂപ വരെയാണ് ഇതുവരെ മുദ്രാ വായ്പ ഉണ്ടായിരുന്നത്. പ്രിയപ്പെട്ടവരെ, ആ മുദ്രാ വായ്പ ഇനി മുതൽ 20 ലക്ഷം രൂപയായി വർദ്ധിപ്പിക്കാനാണ് മോദി സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ അത് ജനങ്ങൾ വിശ്വസിക്കും, കോൺഗ്രസിനെ പോലെയല്ല. കാരണം ലക്ഷക്കണക്കിന് ആളുകൾക്ക് മുദ്രാ വായ്പ കിട്ടി തൊഴിൽ തേടി അലഞ്ഞ ചെറുപ്പക്കാർ തൊഴിൽ ദാതാക്കളായി മാറിയിരിക്കുന്നു, തൊഴിൽ കൊടുക്കുന്നവരായി മാറിയിരിക്കുന്നു. അതാണ് ഉറപ്പുള്ള ഗ്യാരണ്ടി. ഇവിടെ നാരീശക്തിയെ കുറിച്ച് പറഞ്ഞു. ശോഭന മേഡം ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞങ്ങളുടെ നാരീശക്തി സമ്മേളനത്തിലാണ് അവർ ആദ്യമായിട്ട് വന്നത്. നോക്കൂ, ലക്ഷാധിപതികളായി സ്ത്രീകളെ വളർത്തുകയാണ്. കുടുംബശ്രീകളിലും സ്വാശ്രയ സംഘങ്ങളിലുമുള്ള കോടാനുകോടി യുവതികൾക്ക് ലക്ഷാധിപതികളായി അവരുടെ സംരംഭങ്ങൾ വർദ്ധിക്കുകയാണ്. അവരുടെ ഓണ്ടർപ്രണർഷിപ്പ് വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള പദ്ധതികൾ മോദിയുടെ പുതിയ പ്രകടന പത്രികയിലുണ്ട്. സ്ത്രീകൾ കൂട്ടത്തോടെ മോദിയെ പിന്തുണയ്ക്കുന്നു. ഇന്ന് മോദിയെ അല്ലാതെ വേറൊരാൾ നമ്മുടെ നാട്ടിലെ സ്ത്രീ സമൂഹത്തിന്റെ മനസ്സിലുണ്ടോ? സ്ത്രീകളുടെ റോൾ മോഡൽ ആരാണെന്ന് ചോദിച്ചാൽ, അവരുടെ ആരാധ്യ പുരുഷൻ ആരാണെന്ന് ചോദിച്ചാൽ, അവർ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആൾ ആരാണെന്ന് ചോദിച്ചാൽ, കോൺഗ്രസിന്റെയും CPM-ന്റെയും വീട്ടിലെ സ്ത്രീകൾ പറയും നരേന്ദ്ര ദാമോദർ ദാസ് മോദിയാണെന്ന്. കാരണം വെറുതെ പറയുന്നതല്ല, വാഗ്ദാനങ്ങൾ നടപ്പാക്കിയിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റുകൾ ഉണ്ടായിട്ടുണ്ട്, കോൺഗ്രസ് ഗവൺമെന്റുകൾ ഉണ്ടായിട്ടുണ്ട്. ഗരീബി ഹടാവോ തുടങ്ങിയിട്ടുള്ള വലിയ മുദ്രാവാക്യങ്ങൾ കേട്ട് മടുത്തിട്ടുണ്ട് നമ്മൾ. മോദി അല്ലാതെ ആരെങ്കിലും ആദ്യത്തെ പ്രസവത്തിൽ അമ്മമാർക്ക് ഒരു പെൺകുട്ടിയുടെ ഏറ്റവും ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഹൂർത്തമാണ് ആദ്യത്തെ പ്രസവം. സങ്കടവും സന്തോഷവും കണ്ണുനീരും ആനന്ദവും. ആദ്യത്തെ പ്രസവം ഏതൊരു സഹോദരിയെ സംബന്ധിച്ചും സ്ത്രീയെ സംബന്ധിച്ചും ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷമാണ്. ഓൺലി നരേന്ദ്രമോദി 5000 രൂപയാണ് ആദ്യത്തെ പ്രസവത്തിൽ സഹോദരിമാർക്ക് നരേന്ദ്രമോദി കൊടുക്കുന്നത്. വേറെ ഏത് പ്രധാനമന്ത്രി സ്ത്രീകളെ കുറിച്ച് ഇങ്ങനെ കരുതിയിട്ടുണ്ട്? പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൗമാരക്കാരായ പെൺകുട്ടികളുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് ശുചിത്വ പ്രശ്നമാണ്. അതിനുള്ള പരിഹാരം 1 രൂപയ്ക്ക് സാനിറ്ററി നാപ്കിൻ കൊടുത്ത ഒരേ ഒരു സർക്കാർ പ്രിയപ്പെട്ടവരെ നരേന്ദ്രമോദിയുടെ സർക്കാരാണ്. ഈ നാട്ടിലെ സ്ത്രീ സമൂഹത്തിന് നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതിന്റെ തെളിവാണ് ഞാൻ ഓരോന്നോരോന്നായിട്ട് പറയുന്നത്. നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി എത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മോദി ഗ്യാരണ്ടി കേരളത്തിലെ ജനങ്ങൾക്ക് ഇനി അതിൽ മാത്രമാണ് വിശ്വാസം. ഒരേ ഒരു വിശ്വാസം. മോദിയുടെ ഗ്യാരണ്ടി പാലിക്കപ്പെടുന്ന ഗ്യാരണ്ടിയാണ്, ഉറപ്പുള്ള ഗ്യാരണ്ടിയാണ്, അത് നടപ്പായിട്ടുള്ള ഗ്യാരണ്ടിയാണ്, ഇനിയും നടപ്പാക്കുന്ന ഗ്യാരണ്ടിയാണ്. പാഴ്വാക്കുകൾ പറയുന്ന ആളല്ല മോദി. നരേന്ദ്രമോദിജി എല്ലാ കാര്യങ്ങളും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാം നരേന്ദ്രമോദിജിയെ വരവേൽക്കാം. ബോലോ നരേന്ദ്രമോദിജിക്ക്, നരേന്ദ്രമോദിജിക്ക്.